ആണാന്ന് ഇങ്ങനൊന്നും പറയല്ലേ. നല്ല രസമുണ്ട്. ഇതന്നെ നീ തല്ലാൻ പോകുന്നല്ലോ നടക്കുന്നത്. ഇങ്ങനെ നടക്കുക അവള്. ഇപ്പൊ അടുത്ത കൂടെ പോയി ഒരു അടി ഒന്ന് കിട്ടി. എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടാ വന്നിട്ടുണ്ട്. എഴുതുന്ന തരകന്റെ ആരായിട്ട് വരും? എഴുതുന്ന തരകന്റെ പകയിലൊരു അമ്മയുടെ മോള്. ഇതൊന്നും ഇങ്ങനെ ഒരു ലുക്ക് ചൂസ് ചെയ്യാൻ കാരണം താങ്കൾ സിനിമയിൽ അങ്ങനെയാണോ? സിനിമയിൽ അങ്ങനെയാണ്. ഇതെങ്ങനെ ഉടുത്തൊപ്പിച്ചു? കോസ്റ്റ്യൂമർ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളാണ്. പിന്നെ ഇത് നല്ല സമയം എടുത്തിട്ടുണ്ടാവും. അവക്ക് തന്നെ ഒരു ചമ്മല്, കാലൊക്കെ കൊണ്ട് മറ്റേ കാലം ഇങ്ങനെ ചൊറിയണേ. കുഞ്ഞാറ്റക്കിളി എന്തായാലും കൊള്ളാം കേട്ടോ. കിടിലൻ കോസ്റ്റ്യൂം, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, നല്ല കോമ്പിനേഷൻ. താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ജെൻസുകളിലുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വസീകർ കഴിഞ്ഞിട്ട് ഇതുവരെയാണ്. ഭയങ്കര കോൺട്രാസ്റ്റ്, അന്തരമുണ്ട്. അത് കൊള്ളാം കേട്ടോ. അപ്പൊ എന്താണ് ഡീറ്റെയിൽസ്? മറന്നുപോയി. പഠിച്ചില്ല, കുഴപ്പമില്ല. സാറില്ല. സിനിമയുടെ പേര് അനിയത്തി പ്രാവ്. ബ്യൂട്ടിഫുൾ. നമ്മുടെ കുഞ്ചാക്കൻ ബോബി ചേട്ടൻ, കുഞ്ചാക്കൻ ബോബി ചേട്ടൻ അഭിനയിച്ച പടം. ബ്യൂട്ടിഫുൾ. ഒരു ഔസേപ്പച്ചൻ. പാടിയത് കെ.ജെ. യേശുദാസ്, എം.ജി. ശ്രീകുമാർ, സി.ഒ. ആൻഡോ, കലാഭവൻ മോഹൻ. എഴുതിയിരിക്കുന്നത് എസ് രമേശൻ നായർ സർ. 1997. അപ്പൊ ലിറിക്സ് അല്ല, ഇതിന്റെ ഡീറ്റെയിൽസ് പറയാത്തോണ്ട് നമുക്കൊരു 5 മാർക്ക് കുറയ്ക്കാം അല്ലെ? ഇപ്പൊ തന്നെ 95 തുടങ്ങാം. അപ്പൊ തന്നെ അവൾ ഞെട്ടി നിൽക്കാൻ. 5 മാർക്ക് കുറഞ്ഞു. ശരിക്കും എന്താ പഠിക്കാഞ്ഞ്? മറന്നുപോയോ? അല്ല, ഞാൻ പഠിക്കാൻ വിട്ടു. എനിക്ക് പാട്ട് പാടിയ ആൾക്കാരുടെ ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം, 5 മാർക്ക് കുറയ്ക്കണം, 4 മാർക്ക് കുറയ്ക്കാം. കൺസിഡറേഷൻ. എന്തൊരു കൺസിഡറേഷൻ ആണ്. 96 സ്റ്റാർട്ട് ചെയ്യാം. ഒരു മാർക്ക് കുറച്ചുള്ളൂ. ഒരു മാർക്ക്. അപ്പൊ പഠിക്കോ, കുഴപ്പമൊന്നുമില്ല, പാടിക്കോ. ഓൾ ദ ബെസ്റ്റ്. പഠിക്കോ. നോക്കാം, നമുക്ക് പിന്നെ ആലോചിക്കാം. പാട്ട് എങ്ങനെ പാടുന്നു നോക്കാം, എന്നിട്ട് ആലോചിക്കാം. നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്. മീനുണ്ട്, മുത്തുണ്ട്, പൂണാര പുറ്റുണ്ട്, ചുണ്ടത്ത് പാട്ടുണ്ട് കടലമ്മയ്ക്ക്. വിണ്ണില കടപ്പുറത്ത്, വിൺമണൽ ചിരിപ്പുറത്ത്, വെള്ളിയോടം കേറി വരും പൊന്ന്. പൊന്നുമായി വന്നിറങ്ങും മാരനോ നിൻ കഴുത്തിൽ കണ്ണെറിഞ്ഞു ചാർത്തുമല്ലോ മിന്ന്. ചിങ്ങവും വന്നേ, കന്നിയും വന്നേ, ഞങ്ങൾ കൂടാം ഒന്നായി പൊൻവര വീശാം. അന്ന നടത്തോണിയേറി മുത്തിനു പോ, പുന്നാര തോണിയേറിപ്പോ. വെണ്ണില കടപ്പുറത്ത്, വെൺമണൽ ചിരിപ്പുറത്ത്, വെള്ളിയോടം കേറി വരും പൊന്ന്. പൊന്നുമായി വന്നിറങ്ങും മാരനോ നിൻ കഴുത്തിൽ കണ്ണെറിഞ്ഞു ചാർത്തുമല്ലോ മിന്ന്. ഏഴേഴാം തീരത്ത് മീനോടും നേരത്ത് ആരാരൻ ചാരത്ത് നീരാടുന്നു. ഓരോരോ കാലത്ത് പൂമാനം
കൊണ്ടാലും കനിയുന്നുണ്ടേ, പഴി കേട്ടാലും കൊള്ളുന്നുണ്ടേ, പിഴ ചെയ്താലും പോറ്റുന്നുണ്ടേ, കടലമ്മയ്ക്കും കണ്ണീരുണ്ടേ, കലി കൊണ്ടാലും കനിയുന്നുണ്ടേ. നാടെല്ലാം കാത്തിരിക്കും നാത്തോനെ, നേരം പോയി കരിമയാളെ പാട്ടിലിറക്കാൻ വായോ. തിരയെല്ലാം കഥ പറയുമ്പോൾ പറയെല്ലാം നിറനിറയുമ്പോൾ പയ്യാനം ചൊല്ലി മയക്കാൻ വായോ. കാണാത്തൊരു കനിവും തേടി ദൂരത്തൊരു തണലും തേടി ഈ നാടിന് ദീപവുമായി ഈറൻമിഴിയോരവുമായി വന്നല്ലോ നമ്മുടെ മുന്നിൽ കടലമ്മ. വഴിനീളെ പൊന്നു വിളിക്കാൻ വായോ വായോ വായോ. ഈഴം കടലും പാലാഴിക്കടവും ഓടോടി തിരയും നീടോഴി വാഴ് പാലത്തെ അരയൻ വാഴുന്ന കുടിലും മാണിക്യത്തിരയും നീടോഴി വാഴ്. പിന്നിലാ കടപ്പുറത്ത് വെൺമണൽ ചിരിപ്പുറത്ത് വെള്ളിയോടം കേറി വരും പൊന്ന്, പൊന്നുമായി വന്നിറങ്ങും ഭാരനോ നിൻ കഴുത്തിൽ കണ്ണെറിഞ്ഞു ചാർത്തുമല്ലോ മിന്ന്. ചിങ്ങവും വന്നേ കന്നിയും വന്നേ, പിന്നാലെ ഞങ്ങൾ കൂടാം ഒന്നായി പൊന്മല വിഷാം. അന്ന നട തോണിയേറി മുത്തിനു പോ, പുന്നാര തോണിയേറി പോ. വെണ്ണിലാ കടപ്പുറത്ത് വെൺമണൽ ചിരിപ്പുറത്ത് വെള്ളിയോടം കേറി വരും പൊന്ന്, പൊന്നുമായി വന്നിറങ്ങും മാരനോ നിൻ കഴുത്തിൽ കണ്ണെറിഞ്ഞു ചാർത്തുമല്ലോ മിന്ന്. താങ്ക് യു താങ്ക് യു. പ്രത്യേക പേരുകളുണ്ടോ ഈ ചക്കര പോലെ? ആ വേറെ വേറെ എല്ലാവർക്കും ഏതൊക്കെ ഓരോരോ പേരുകളാ? പേരാ. പേര് പറഞ്ഞേ, എന്തൊക്കെ വിളിക്കും? ഫസ്റ്റ് ആ റെഡ് ഉടുപ്പിട്ടിരിക്കണ ചേച്ചിയുടെ പേര് ശരിക്കും കൃഷ്ണ എന്നാണ്, ഞങ്ങള് അതാ. രാധു എന്ന് വിളിക്കുന്നത്. ചേച്ചി നമുക്കും എന്റെ പേരെന്താ? നാടൻ പട്ടായാലോ? എനിക്ക് കുഞ്ഞാറ്റക്കിളിക്ക് വന്നു എന്ന് തോന്നുന്നു. അതെന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കൾമിനേഷൻ ആണ് ഈ ഒരു പാട്ടിൽ കണ്ടത് കേട്ടോ. ചേച്ചി അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുഞ്ഞാറ്റയുടെ ചേച്ചി പാടുന്നല്ലേ പറഞ്ഞേ? ആ. രണ്ടുപേരും കൂടെ ഒരു നാടൻ പട്ടായാലോ? എനിക്കറിയാവുന്ന നാളമ്പാട്ട് ചേച്ചിക്കറിയാവുന്ന എനിക്കറിയില്ല. ചേച്ചിക്ക് നോക്കാം അറിയാവുന്ന നമുക്ക്. നാടൻ പാട്ട് കുഞ്ഞാറ്റയ്ക്ക് അറിയാമോ? രണ്ടുപേർക്കും അറിയില്ല. ബാ, അപ്പൊ ചേച്ചി ചേച്ചിയുടെ ഇങ്ങോട്ട് പാട്ട് പറയൂ, കേൾക്കാം. കുഞ്ഞാറ്റയുടെ ചേച്ചി. ചേച്ചിന്റെ പേരെന്താ? അഖിത, ഞങ്ങളെ ചക്കര ചേച്ചിന്ന് വിളിക്കുന്നു. ചക്കര ചേച്ചി, ചക്കര നമുക്കും ആ ചേച്ചി. പേര് മതി. അപ്പൊ ചക്കര ചേച്ചി പോരെ? ഇവരുടെയൊക്കെ വീട്ടിലുള്ള പ്രത്യേക പേരുകളുണ്ടോ ഈ ചക്കര പോലെ? ആ വേറെ വേറെ എല്ലാവർക്കും ഏതൊക്കെ ഓരോരോ പേരുകളാ? പേരാ. പേര് പറഞ്ഞേ, എന്തൊക്കെ വിളിക്കും? ഫസ്റ്റ് ആ റെഡ് ഉടുപ്പിട്ടിരിക്കണ ചേച്ചിയുടെ പേര് ശരിക്കും കൃഷ്ണ എന്നാണ്, ഞങ്ങള് അതാ. രാധു എന്ന് വിളിക്കുന്നത്. ആ, രാധു. 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 ആ, കൃഷ്ണനെ രാധയാക്കി. മറ്റേത് പൊന്നൂസ്, പൊന്നൂസ്, മറ്റേത് ലച്ചു. ലച്ചു. ലച്ചു, ശ്രേയ ചേച്ചിയുടെ പേര് ശ്രേയ എന്ന് തന്നെ. ശ്രേയ. ആ, ഭാഗ്യം, രക്ഷപ്പെട്ടു. ആ, പാറു. അബി, അബി, കണ്ണൻ, കണ്ണൻ. സിഞ്ചപ്പൻ, സിഞ്ചപ്പൻ. അതാരാ? സിഞ്ചപ്പൻ. സിഞ്ചു. ആ. എന്താ ആൺകുട്ടിയുടെ പേരിട്ട് സിഞ്ചപ്പൻ? അത് വിളിച്ചു വന്നപ്പോ അങ്ങനെ ആയതാ അത് വന്ന് വന്ന്. അമ്പാടി, അമ്പാടി. നന്ദൂട്ടി, നന്ദൂട്ടി. പിന്നെ അനന്തു ചേട്ടാ, ആനന്ദിച്ചത്. ഓക്കെ. പിന്നെ അനന്തു ചേട്ടൻ തന്നെയാണോ? സച്ചു, സച്ചു, മാളു ചേച്ചി, സച്ചു മാവളു. ആ. അനന്തു ചേട്ടനെ അങ്ങനെ തന്നെ വിളിക്കാം. പിന്നെ ആര്യനന്ദ ചേച്ചി. അപ്പൊ ചക്കരയുടെ പാട്ട് കേൾക്കാം. ചക്കരച്ചേലുള്ള പെണ്ണേ, എന്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ, എന്തൊരു ചന്താടി പൊന്നോ, നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ. ചക്കരച്ചേലുള്ള പെണ്ണേ, എന്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ, എന്തൊരു ചന്താടി പൊന്നോ, നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ. കാണും മാമലച്ചോലേലന്ന് പൊങ്ങിക്കിടന്നൊരു നേരം, 1000 ദൈവങ്ങളില്ലേ, അവർ കണ്ണു തുറക്കാഞ്ഞതെന്തേ. നീളത്തിലുള്ളൊരു മുണ്ട് നിന്നെ വാരിപ്പുതച്ചൊരു നേരം, എന്നെ കൊണ്ടാവില്ല പൊന്നോ, നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ. എന്റെ പൊന്നോ.
നല്ല സുഖം ഇങ്ങനെ അത് കേട്ടോണ്ടിരിക്കുക. കണ്ണടച്ച് ഇങ്ങനെ voice ആണ് ഇരിക്കുക. ചക്രയ്ക്ക്. അതെ, അല്ലേ? അവനവനെ പറ്റിയിട്ടുള്ള പാട്ടാ അല്ലേ? അത് നല്ല രസമുണ്ട് കേട്ടോ. ഗംഭീരം. ഷോ വോയിസ് അടിപൊളി. ഭയങ്കര രസമുണ്ട് ഇത് കേൾക്കാൻ. നല്ല സ്വീറ്റ് വോയിസ്. ചക്കരെ നമുക്കൊരു 99 മാർക്ക് കൊടുത്താലോ? 100 കൊടുക്കാൻ വരാന്ന്. ഞാൻ കൊടുക്കാം 99 അല്ലേ? 100. 99 മതിയോ? ചൂലു മതിയാ? അത് കുറവാണ്. കുറവാണെന്ന്. അപ്പൊ എന്താ വെച്ചാല് കുഞ്ഞാറ്റക്കിളി ഓരോ പ്രാവശ്യം വരുമ്പോഴും സ്വയം ചാലഞ്ച് ചെയ്തിട്ടാ വരുന്നത്. എന്നെ ഞാൻ തന്നെ ചാലഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര കോൺട്രാസ്റ്റ് പാട്ടായിട്ടാണ് ഓരോ പ്രാവശ്യം വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 99 നിർത്തണ്ട അല്ലേ? 99 നമുക്കൊരു 100 തന്നെ കൊടുക്കാം. Yes. അല്ലെങ്കിൽ എല്ലാ കസിൻസിന്റെയും കുഞ്ഞാറ്റക്കിളി ഗെറ്റ്സ് 100 out of 100. ഒരു മധുരം മഴ. വെള്ളിയോണം കേറി വരും പൊന്ന് പൊന്നുമായി വന്നിറങ്ങും മാരനോ നിൻ കഴുത്തിൽ കണ്ണെറിഞ്ഞു ചാർത്തുമല്ലോ മിന്ന് ചിങ്ങവും വന്നേ കുഞ്ഞാറ്റക്കിളിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ.